പേടിയായിരുന്നു സത്യം പറഞ്ഞ. എങ്ങനെയാണ് ഒരു പുതിയ ലൈഫ് പറ്റുമോ എന്നുള്ളത്. കാരണം ഒരു വ്യക്തിയുടെ കൂടെ 40-42 കൊല്ലം ജീവിച്ചു, ഇനി ഒരു ലൈഫ് വേറൊരാളുടെ കൂടെ പറ്റുമോ, പുതിയൊരാളുടെ കൂടെ പറ്റുമോ എന്ന് ഭയങ്കര ചിന്ത ഉണ്ടായിരുന്നു എന്റെ ഉള്ളിൽ. കൈ പിടിച്ചു തരിക ഒരു ചടങ്ങിന് സാധാരണ നമ്മുടെ കാരണന്മാരാണ് കൈ പിടിച്ച് തരാറ്. എന്റെ കൈ ഇങ്ങനെ പ്രസീത ചോദിക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തിനാ കൈ ഷെക്കേൻഡ് തരാനാണോ? അതിനല്ലായിരുന്നു. അമ്മേനെ ഞാന് പപ്പയുടെ കയ്യിൽ ഞാൻ കൈ പിടിച്ചു കൊടുക്കും. അത് മകൾ എന്ന രീതിയിൽ, അമ്മ ജന്മം നൽകിയ, അമ്മ വളർത്തിണ്ടാക്കിയ മകൾ എന്ന രീതിയിൽ അത് ഏറ്റവും എന്താ പറയാ, എനിക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിംഗ് ആണ് അമ്മയുടെ കൈ പിടിച്ചു കൊടുക്കുക എന്നുള്ളതും. പെൺമക്കളാന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കല്ല, പെൺമക്കളും ജീവിതത്തിലൊരു ഭാഗമാണ്. അമ്മയെ ഏൽപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നാച്ചുറലി അപ്പുറത്തെ ഒരു വീട്ടിൽ ആ മാറ്റം വരും. അങ്ങനെ ഇത് പ്രോഗ്രസ് ചെയ്ത് ആ സൊസൈറ്റി തന്നെ ചേഞ്ച് ആവും. പരസ്പരം സ്നേഹിച്ച് സുഖമായിട്ട് ജീവിക്കാം. ഇന്ന കാലം കുറച്ചു കാലല്ലേ ഉണ്ടാവുള്ളൂ. കുറേ കാലം ജീവിച്ചിടത്തോളം കാലം ഇനി ഉണ്ടാവില്ലല്ലോ. ബാക്കിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കാം. ഒരു മകൾ തന്റെ അമ്മയെ കല്യാണപ്പന്തലിലോട്ട് കൈ പിടിച്ച് കയറ്റുന്ന ഒരു വാർത്ത ഈ അടുത്ത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചാണ്. നമുക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു വാർത്തയായിരുന്നു അത്. ആ അമ്മയും ആ മകളും ആ അച്ഛനുമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഇതാണ് നമ്മുടെ മകൾ പ്രസീത എന്നാണ് പേര്. ഇത് അവരുടെ കുഞ്ഞുവാവയാണ്. പിന്നെ ഇതാണ് നമ്മുടെ അമ്മ രതി ചേച്ചി, പിന്നെ ദിവാകരൻ ചേട്ടൻ. ഇത്രയും പേര് നമ്മുടെ കൂടെയുമുണ്ട്. നമ്മൾ കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ ഞാൻ അടക്കമുള്ള പെൺമക്കൾ അമ്മമാരോട് പറഞ്ഞാല് അമ്മമാര് പറയും, അയ്യോ അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, മറ്റുള്ളവരെന്താ പറയാ, ഇങ്ങനെയുള്ളവരെന്താ സംസാരിക്കുക, നമ്മുടെ വീട്ടുകാരെന്താ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ അമ്മയ്ക്ക് വന്നിരുന്നോ ഇങ്ങനത്തെ ഒരു കാര്യം വന്നപ്പോ? ഇല്ല, ഇവിടെ എനിക്ക് നല്ല സപ്പോർട്ടും ആയിരുന്നു. അത് കാരണം എനിക്ക് അങ്ങനത്തെ ചിന്തകൾ വന്നിട്ടില്ല. പിന്നെ ഒറ്റയ്ക്കുള്ള ഒരു ലൈഫ് ആയിരുന്നു. ശരിക്കും ഭയങ്കര ബോറടിച്ച് തുടങ്ങിയിട്ടായിരുന്നു ഒറ്റയ്ക്ക് ജീവിച്ചിട്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും, ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ഒരു പ്രോബ്ലംസ് മാനസികമായിട്ടും ഒക്കെ ഇങ്ങനെ വന്നപ്പോ ഞാനിങ്ങനെ കുട്ടികളോട് പറയും ഇങ്ങനെ ഒറ്റയ്ക്കാണ് എന്നുള്ളത്. പക്ഷെ ആരെയും ഒന്നും, അവർക്കും തിരക്കുണ്ടല്ലോ, അവരുടെ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് പോവുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവള് പറഞ്ഞത്, അമ്മ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചാൽ എന്താ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കൊരു പേടിയായിരുന്നു സത്യം പറഞ്ഞ. എങ്ങനെയാണ് ഒരു പുതിയ ലൈഫ് പറ്റുമോ എന്നുള്ളത്. കാരണം ഒരു വ്യക്തിയുടെ കൂടെ 40-42 കൊല്ലം ജീവിച്ചു, ഇനി ഒരു ലൈഫ് വേറൊരാളുടെ കൂടെ പറ്റുമോ, പുതിയൊരാളുടെ കൂടെ പറ്റുമോ എന്ന് ഭയങ്കര ചിന്ത ഉണ്ടായിരുന്നു എന്റെ ഉള്ളിൽ. അത്തരം ഭയപ്പാടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴാണ് ദിവേട്ടന്റെ പ്രപ്പോസൽ വന്നത്. നെക്സ്റ്റ് ഡേ എന്ന് പറയാം, അതേപോലെയാ വന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ 2-3 ദിവസമൊക്കെ ഫോണില് നല്ലോണം സംസാരിച്ചു, പരസ്പരം അറിഞ്ഞു, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അപ്പൊ ഓക്കെ തോന്നി.